എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SMPSകളെ കുറിച്ചാണ്. ഒരു SMPSന്റെ ഫംഗ്ഷണൽ ഡയഗ്രവും ഒരു SMPSനുള്ളിൽ എന്തൊക്കെയുണ്ട്, ആ ഓരോ കമ്പോണൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഓരോ കമ്പോണൻസിലും ഉണ്ടാകുന്ന വോൾട്ടേജ് കറണ്ട് വേവ് ഫോംസ് എന്തൊക്കെയാണ്, ഫ്ലൈബാക്ക് ടോപ്പോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു ടിപ്പിക്കൽ SMPSന്റെ ഫംഗ്ഷണൽ ഡയഗ്രാം. ആദ്യം നമ്മുടെ പവർ സപ്ലൈ ഇൻപുട്ട് ഉണ്ട്, EMI ഫിൽറ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് റെക്ടിഫയറും ഫിൽറ്ററും ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ഇലക്ട്രോണിക് സ്വിച്ച് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഫിൽറ്ററും റെക്ടിഫയറും ഉണ്ട്, ഒരു റെഫറൻസ് വോൾട്ടേജ് ജനറേറ്റർ ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ഒരു PWM കൺട്രോളർ ഉണ്ട്. ഇത്രയും സർക്യൂട്ട്സ് ആണ് ഒരു SMPSനകത്ത് ഒരുമിച്ചുള്ളത്. ഇതൊരു ആക്ച്വൽ SMPSന്റെ സർക്യൂട്ടാണ്. ആദ്യമായിട്ട് ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഫ്യൂസ് എന്തിനാണ്? ഫ്യൂസ് നമ്മുടെ ഈ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വയറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പോണൻസിന്റെ ഇൻപുട്ടിൽ ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, വയറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് അല്ലെങ്കിൽ MCB കൊടുക്കുന്നത്. ഈ ഫ്യൂസിന്റെ രണ്ടാമതൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. ഇവിടെ ഒരു കപ്പാസിറ്റർ പാരലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ കപ്പാസിറ്ററിന്റെ പ്രത്യേകത, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ ഒരു 275 വോൾട്ടേജ് കഴിഞ്ഞ് പിന്നെയും വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആയി ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യാനായിട്ട് അനുവദിക്കും. അങ്ങനെ വരുമ്പോൾ വോൾട്ടേജ് ഒത്തിരി കൂടുകയാണെങ്കിൽ ഈ ഫേസും ന്യൂട്രലും തമ്മിൽ ഇവിടെ വെച്ച് ഷോർട്ട് സർക്യൂട്ട് ആവും. ഇപ്പൊ കറണ്ട് ഇതുവഴി വന്ന് ഈ ഒരു കപ്പാസിറ്ററിലൂടെ കയറി പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്യൂസ് ഓപ്പൺ ആവും. അങ്ങനെ സർക്യൂട്ട് ഡിസ്കണക്ട് ആവും. അങ്ങനെ ഈ ഒരു SMPSനെ ഹൈ വോൾട്ടേജിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ഈ ഫ്യൂസിനുണ്ട്. ഇനി ആ ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ അവിടെ ഉള്ളതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനടുത്തൊരു 1 വാട്ട് 1.5 മെഗാ ഓംസിന്റെ റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ NTC 5D9 എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. SMPS ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് സപ്ലൈയിൽ കൊടുത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അത് ഇവിടെ വരുന്ന ഈ 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ കാണുന്നുണ്ടല്ലോ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈയിൽ നിന്ന് പെട്ടെന്ന് ഒരുപാട് കറണ്ട് എടുക്കുമ്പോഴാണ് അങ്ങനെ ഒരു വോൾട്ടേജ് ഡിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് വരുമ്പോൾ കപ്പാസിറ്ററിലൂടെ എക്സസ് ആയിട്ട് കറണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു റെസിസ്റ്റർ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു റെസിസ്റ്റർ തണുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് 9 ohms ആയിരിക്കും. ഇത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഈ റെസിസ്റ്റർ ഹീറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ റെസിസ്റ്ററിൽ കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് NTC റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് കോമൺ മോഡ് ചോക്ക്. ഇത് EMI ഫിൽറ്ററിന് വേണ്ടിയിട്ടാണ്. രണ്ട് രീതിയിലുള്ള EMIs ഉണ്ട്, ഒന്ന് കണ്ടക്റ്റഡും മറ്റൊന്ന് റേഡിയേറ്റഡും. കണ്ടക്റ്റഡ് EMI കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്ററാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ കോമൺ മോഡ് ഫിൽറ്റർ എന്ന് പറയും. ഫേസിലും ന്യൂട്രലിലും കോമൺ ആയിട്ട് വരുന്ന നോയ്സിനെ ഒഴിവാക്കുക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ അതിന്റെ വേവ് ഫോം കാണിച്ചു തരാം, ആ സമയത്ത് നമുക്കത് വ്യക്തമാവും. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്തിങ് കപ്പാസിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ റിസർവോയർ കപ്പാസിറ്റർ എന്നും പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലസ് 325 വോൾട്ട് DC കിട്ടിയിട്ടുണ്ടാവും. ഇത് നെഗറ്റീവ് ടെർമിനലിലാണ്, ഇവിടെ 0 വോൾട്ട് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ സപ്ലൈ റെക്ടിഫൈ ചെയ്ത് വരുന്ന ഏത് പോയിന്റിൽ തൊട്ടാലും പോസിറ്റീവ് ടെർമിനൽ ആയാലും നെഗറ്റീവ് ടെർമിനൽ ആയാലും അതിൽ നിന്ന് ഷോക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടെർമിനലിനെയും ഫേസിനെ നമ്മൾ എങ്ങനെയാണോ പേടിക്കുന്നത് അതുപോലെ പേടിക്കണം. ഇവിടെ നമുക്ക് DC കിട്ടി. ഈ DC ഉപയോഗിച്ച് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യണം, എന്നിട്ട് ആ ഒരു എനർജിയെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണം. ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമ്മുടെ ഇലക്ട്രോണിക് സ്വിച്ച് ഓൺ ചെയ്യണം. ഇവിടെ നമ്മുടെ ഇലക്ട്രോണിക് സ്വിച്ച് ഈ ഒരു ICക്ക് അകത്താണ്. ഇലക്ട്രോണിക് സ്വിച്ച് എന്ന് പറയുന്നത് MOSFET തന്നെയാണ്. MOSFET, IGBT, BJT ഏത് വേണമെങ്കിലും ഇലക്ട്രോണിക് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആ സ്വിച്ച് ആദ്യം ഓൺ ആക്കണം. ഇപ്പൊ ഇവിടെ 325 വോൾട്ട് DC ഉണ്ട്, പക്ഷേ ICക്കുള്ള പവർ സപ്ലൈ ഇവിടെയാണ്. VCC എന്ന് പറയുന്ന ഈ പിന്നിലാണ് ICക്കുള്ള പവർ സപ്ലൈ. ആ ICയുടെ പവർ സപ്ലൈ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതേ ട്രാൻസ്ഫോമറിന്റെ കോറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ICക്ക് പവർ കിട്ടണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോമർ ചാർജ് ആയാലേ പറ്റുള്ളൂ. ICക്കുള്ള പവർ സപ്ലൈ കിട്ടുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 68 കിലോ ഓംസ് റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 325 വോൾട്ട് DC ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ 68 കിലോ ഓം റെസിസ്റ്റർ വഴി ഒരു കറണ്ട് ഈ ഒരു ICയിലേക്ക് വരും. ഈ ICക്കകത്ത് അതിനുള്ള സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. IC വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്ത് 20 വോൾട്ടിനടുത്തുള്ള ഒരു വോൾട്ടേജ് ആക്കി കുറച്ച് ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൽ നമുക്കിപ്പോൾ 20 വോൾട്ട് കിട്ടും. ഇവിടെ 20 വോൾട്ട് ആയി കഴിയുമ്പോൾ ഈ ഒരു IC ഓൺ ആവും. അപ്പോൾ ഈ IC ഓൺ ആയി കഴിയുമ്പോൾ ഇതിനകത്തുള്ള സ്വിച്ചും ഓൺ ആവും. ഓൺ ആയി കഴിയുമ്പോൾ ട്രാൻസ്ഫോമർ ചാർജ് ആവും. ഓഫ് ആകുമ്പോൾ ഈ ട്രാൻസ്ഫോമറിലുള്ള എനർജി ഔട്ട്പുട്ടിലേക്ക് പോകും. ഔട്ട്പുട്ടിലേക്ക് മാത്രമല്ല പോകുന്നത്, ഈ ട്രാൻസ്ഫോമറിന്റെ കോറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വൈൻഡിങ്ങിലേക്കും
ആ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഡയോഡ് കിടപ്പുണ്ട്. ഈ ഡയോഡ് വഴി ട്രാൻസ്ഫോമറിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് ഈ ഒരു ഐസിക്ക് തുടർന്ന് വർക്ക് ചെയ്യും. സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഈ ഒരു 68 കിലോ ഓം റെസിസ്റ്ററിന്റെ ആവശ്യമുള്ളൂ. ഒരു ഡയോഡും ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കാണുന്നുണ്ടാവും. ഇതിനെ വോൾട്ടേജ് ക്ലാമ്പ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഒക്കെ നമ്മൾ വൈൻഡ് ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് ആവാൻ സാധ്യതയില്ല. അതിനിടയ്ക്ക് ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ നല്ല കപ്ലിംഗ് എങ്ങനെയായാലും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ പ്രൈമറിയിൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു IC കംപ്ലൈന്റ് ആവും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റെസിസ്റ്ററും ഇവിടെ ഒരു കപ്പാസിറ്ററും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡയോഡ് വഴി ആ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഈ ഒരു റെസിസ്റ്ററിൽ ആ ഒരു ചാർജ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അങ്ങനെ ലീക്കേജ് കാരണം പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് നമുക്ക് ക്ലാമ്പ് ചെയ്ത് നിർത്താം. ഒത്തിരി ഹൈ വാല്യൂയിലേക്ക് പോവാതെ റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് കുറച്ച് നിർത്താം. അത് ശരിക്കും ഇലക്ട്രോണിക് സ്വിച്ചിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിക് സ്വിച്ച് ഈ ഒരു ICക്കുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ICയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പ്രൈമറിയിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ വോൾട്ടേജ് ക്ലാമ്പ് എന്ന് പറയും. ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ട്രാൻസ്ഫോമറിൽ ഒരു കപ്പാസിറ്റർ ഇവിടെ നിന്ന് സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഒരു രീതിയിലുള്ള കണക്ഷൻസും ഉണ്ടാവരുത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഇട്ട് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ EMI രണ്ട് രീതിയിലുണ്ട്. കണ്ടക്റ്റഡ് EMIയും റേഡിയേറ്റഡ് EMIയും. റേഡിയേറ്റഡ് EMIയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ആണിത്. ഈ കപ്പാസിറ്ററിന്റെ പ്രത്യേകത ഇത് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി കണ്ടന്റിനെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിനെ ഈ ഒരു കപ്പാസിറ്റർ വഴി പ്രൈമറിയിലേക്ക് കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കപ്പാസിറ്റർ അവിടെ ഉള്ളതിന്റെ പരിണിത ഫലമായിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി ഇൻപുട്ടിലേക്ക് വരുന്നത് കൂടാതെ സപ്ലൈയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു കറണ്ട് ഔട്ട്പുട്ട് സൈഡിലേക്കും ലീക്ക് ചെയ്യുന്നുണ്ടാവും. SMPS ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളിൽ തൊടുമ്പോൾ ചെറുതായിട്ട് ഷോക്ക് ഏൽക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് കാരണം ഈ ഒരു കപ്പാസിറ്ററിലൂടെ ലീക്ക് ചെയ്ത് വരുന്ന കറണ്ടാണ്. ആ കറണ്ട് വളരെ കുറവാണ്. നിങ്ങൾക്ക് യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാക്കില്ല. 3 പിൻ ഉപയോഗിക്കുന്ന SMPSകളിൽ ലീക്ക് ചെയ്ത് വരുന്ന കറണ്ട് നേരെ എർത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവുക. 2 പിന്ന് മാത്രം ഉപയോഗിക്കുന്ന SMPSകളിലാണ് ഇങ്ങനൊരു ലീക്കേജിന്റെ പ്രോബ്ലം ഉള്ളത്. അതും കപ്പാസിറ്ററിന്റെ വാല്യൂ അനുസരിച്ച് വ്യത്യാസം വരും. ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട് 5 വോൾട്ട് 2 ആംപിയർ. അപ്പോൾ ആ 5 വോൾട്ട് 2 ആംപിയറിൽ നമ്മൾ റെഗുലേഷൻ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് പ്രൈമറിയിലെ ഇലക്ട്രോണിക് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് അതേപടി ഈ ഒരു സർക്യൂട്ടിലേക്ക് വരുന്നുണ്ട്. 2 റെസിസ്റ്റർ വെച്ചിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേ വോൾട്ടേജ് ഈ ഒരു 431 റെഗുലേറ്റർ ICയിലേക്ക് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ഇതിന്റെ ആനോഡിൽ വരുമ്പോൾ, ആനോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്, ഇവിടെ വരുമ്പോൾ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു 1.2 കിലോ ഓംസ് റെസിസ്റ്റർ കാണുന്നുണ്ട്. ആ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരും. ഏകദേശം 2.5 വോൾട്ടിനടുത്ത് വരും. ആ വോൾട്ടേജ് ഇവിടെ ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ LED ഓൺ ആവും, ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഇതൊരു ഒപ്റ്റോ കപ്ലർ എന്നാണ് പറയുന്നത്. 2 സർക്യൂട്ടും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ, ഗാൽവനിക് ഐസൊലേഷന്റെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിക്കും. ഇതിന്റെ പേര് ഒപ്റ്റോ കപ്ലർ എന്നാണ്. ഈ ഒരു LED ഓൺ ആയി കഴിയുമ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ICയുടെ ഫീഡ്ബാക്ക് പിന്നിലേക്കാണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് പിന്നിലെ വോൾട്ടേജ് 0യിലേക്ക് പോകും. അങ്ങനെ 0യിലേക്ക് പോകുമ്പോൾ ഈ ഒരു ICക്ക് മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടിൽ എത്തിയെന്ന്. ഇലക്ട്രോണിക് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ഡ്യൂറേഷൻ കുറയ്ക്കും. അപ്പോൾ ഇതാണ് ഒരു SMPSന് ഉള്ളിലുള്ള കമ്പോണൻസ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു SMPSന്റെ ആക്ച്വൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ Matlab എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് Matlabന്റെ സിമുലിങ്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമുക്ക് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാനും അതിന്റെ ഓരോ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റം ടൂൾസിലാണ്. AC സോഴ്സ് എടുത്തിട്ടുണ്ട്. കോമൺ മോഡ് ചോക്ക് അല്ല ഇവിടെ എടുത്തിരിക്കുന്നത്, ഒരു LC ഫിൽട്ടർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫിൽറ്ററിന് മുമ്പുള്ള വോൾട്ടേജും കറണ്ടും അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള വോൾട്ടേജും കറണ്ടും നമുക്ക് ഈ ഒരു ഓസിലോസ്കോപ്പിൽ നോക്കാം. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. കറണ്ട് എടുത്തു തുടങ്ങുമ്പോൾ വോൾട്ടേജിലാണ് ആ ഒരു ഡിഫക്റ്റ് വരുന്നത്. ആ ഡിഫക്റ്റ് നമ്മുടെ സപ്ലൈയിലേക്ക് പോയിട്ടില്ല. ഇവിടെ കറണ്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ വോൾട്ടേജിൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഡിസ്റ്റോർഷൻ സപ്ലൈയിൽ നിന്ന് വരുന്ന വോൾട്ടേജിലില്ല. ഇപ്പോൾ EMI ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനകത്ത് വരുന്ന സ്വിച്ചിങ് കാരണം മറ്റൊരു ഡിവൈസിനും വോൾട്ടേജിൽ പ്രശ്നം ഉണ്ടാവില്ല. വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും കിട്ടുന്നത് ഇതേ വോൾട്ടേജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒരു കപ്പാസിറ്ററും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ വോൾട്ടേജും കറണ്ട് വേവ് ഫോമും നോക്കാം. ഇതിൽ മുകളിൽ കാണുന്നതാണ് വോൾട്ടേജ് വേവ് ഫോം. ഒരു 325 വോൾട്ടിനടുത്ത് ഉണ്ട്.
4 ആംപിയർ വരെയൊക്കെ പീക്ക് കറണ്ട് എടുക്കുന്നുണ്ട്. കറണ്ടിന്റെ വേവ് ഫോം ട്രയാങ്കുലർ ആണ്. നമ്മൾ നേരത്തെ PWM കൺട്രോളർ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ആ PWM കൺട്രോളറിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് സ്നബ്ബർ സർക്യൂട്ട് ആണ്. ഈ ഒരു ഭാഗമാണ് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്വിച്ച്. ഇവിടെ ഒരു MOSFET ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇല്ല, റെക്ടിഫയർ, അതിന്റെ ഫിൽട്ടർ, അതുപോലെ നമ്മുടെ ലോഡ്. ഓക്കെ, ഇനി ഓരോ ഭാഗത്ത് വരുന്ന വോൾട്ടേജ് വേവ് ഫോം നോക്കാം. ഇതാണ് നമ്മുടെ MOSFETൽ വരുന്ന വോൾട്ടേജ്. നമുക്ക് ആ വോൾട്ടേജ് ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഈ വോൾട്ടേജ് അധികം കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വോൾട്ടേജ് ക്ലാമ്പ് സർക്യൂട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറിയിലെ കറണ്ടാണ് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡറിയിലെ കറണ്ടാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. പ്രൈമറിയിലെ കറണ്ട് 4 ആംപിയറിലേക്ക് പോയിട്ട് 0 ആവുന്ന സമയത്താണ് പ്രൈമറിയിലെ വോൾട്ടേജ് സ്പൈക്ക് ചെയ്യുന്നത്. ആ വോൾട്ടേജ് അങ്ങ് 550 വോൾട്ടിനടുത്ത് പോകുന്നുണ്ട്. ശരിക്കും ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും എനർജി ആ ഒരു റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വോൾട്ടേജ് 380 വോൾട്ടിലേക്ക് കുറയും. ഇപ്പോൾ സെക്കൻഡറിയിലുള്ള കറണ്ട് 0 ആവുന്നത് വരെ ഈ വോൾട്ടേജ് 380 വോൾട്ടിൽ തന്നെ നിൽക്കും. സെക്കൻഡറിയിലെ കറണ്ട് 0 ആയി കഴിയുമ്പോഴാണ് വോൾട്ടേജ് നമ്മുടെ നോർമൽ ലെവലായ 325 വോൾട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഫ്ലൈബാക്ക് കൺവേർട്ടറിന് വേണ്ടിയിട്ടുള്ള ഏത് MOSFET എടുത്ത് നോക്കിയാലും അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് എപ്പോഴും 650 വോൾട്ടോ 700 വോൾട്ട് ആയിരിക്കും. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് 24 വോൾട്ടാണ്. ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 240 വോൾട്ടാണ്. അത് റെക്ടിഫൈ ചെയ്ത് 325 വോൾട്ടായി. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്കിവിടെ 24 വോൾട്ട് സെക്കൻഡറിയിൽ കിട്ടുന്നത്. MOSFETന്റെ ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന പൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് നമ്മുടെ കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വോൾട്ടേജിനെ ട്രയാങ്കുലർ വേവ് ഫോമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സ്വിച്ചിങ് പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേവ് ഫോംസ് ആണ് മെയിനായിട്ട് ഇതിനകത്ത് ഉള്ളത്. അങ്ങനെ SMPSനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം. ഇവിടെ ഞാൻ ചെയ്ത ഒരു SMPS പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ വഴിയാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടിനെയാണ് ഞാൻ ബ്രിഡ്ജ് റെക്ടിഫൈ ചെയ്ത് എൻ്റെ SMPSലേക്ക് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു DC to DC കൺവേർട്ടർ മാത്രമാണ്. ആക്റ്റീവ് റെഗുലേഷൻ കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പവർ സപ്ലൈ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ ആണിത്. 2 MOSFET ഉപയോഗിച്ചിട്ടുണ്ട്. ഹാഫ് ബ്രിഡ്ജ് ട്രാൻസ്ഫോമർ ആണിത്. ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണിത്. ഷോർട്ട് കീ ഡയോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഫിൽറ്ററിംഗ് കപ്പാസിറ്റേഴ്സ് ആണ് കാണുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 16 ohm ലോഡിലേക്കാണ്. അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് 13 വോൾട്ട് ആണ്. 606 ആണ് ഇതിന്റെ ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ. അപ്പോൾ 13 വോൾട്ട് ആണ് നമുക്ക് 2 റെയിലും ടോട്ടൽ ആയിട്ട് കിട്ടുന്നത്. ഇത് അതിന്റെ കൺട്രോളർ ആണ്. ഇത് വോൾട്ടേജ് ഫീഡ്ബാക്ക് കണക്ഷൻ. ഇത് കൺട്രോളറിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ. ആ യെല്ലോ വയറും റെഡ് വയറും ആണ് MOSFETന്റെ ഗേറ്റ് പൾസ്. ഫ്ലൈബാക്ക് അല്ല, ഇത് ഹാഫ് ബ്രിഡ്ജ് കോൺഫിഗറേഷൻ ആണ്. ഇത് 555 ടൈമർ IC വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോർവേഡ് കൺവേർട്ടർ ആണ്. അപ്പോൾ ഈ SMPS ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആ പറയുന്ന സ്പെസിഫിക്കേഷനിൽ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്, ഏതൊരു SMPS എടുത്താലും അതിൽ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നാമത്തത് AC to DC കൺവേർട്ടർ അല്ലെങ്കിൽ റെക്ടിഫയർ എന്ന് പറയാം. അടുത്തത് ഒരു DC to DC കൺവേർട്ടർ. ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത് DC to DC കൺവേർട്ടർ സെക്ഷനാണ്. അതുപോലെ ഒരു SMPSനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് പവർ ഫാക്ടർ കറക്ഷൻ, EMI സപ്രഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ, ഐസൊലേഷൻ, ഇതെല്ലാം മീറ്റ് ചെയ്യണം. ഒരു SMPSന്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് മോഡുലേഷൻ ടെക്നിക്. ഏത് ടൈപ്പ് മോഡുലേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. 2 സ്വിച്ചിങ് ഫ്രീക്വൻസി, 3 കമ്പോണന്റ് സെലക്ഷൻ, 4 ടോപ്പോളജി. ഇതൊക്കെ അനുസരിച്ച് ഓരോ SMPSന്റെ ക്വാളിറ്റി വ്യത്യാസം വരും. ആംപ്ലിഫയറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ SMPS തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും സോഫ്റ്റ് സ്വിച്ചിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന SMPS തന്നെ തിരഞ്ഞെടുക്കുക. കൂടാതെ ബ്രാൻഡഡ് SMPS ആണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ MTBF എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് ഉണ്ട്. മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഒരു നല്ല SMPSനെ സംബന്ധിച്ചിടത്തോളം MTBF 1,00,000 മണിക്കൂറിനടുത്തായിരിക്കും. കൂടുതലാണെങ്കിൽ നല്ലത്. അതായത് 11 വർഷമെങ്കിലും ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന SMPS ആണ് ഒരു നല്ല ക്വാളിറ്റി SMPS എന്ന് പറയുന്നത്. SMPSനെ കുറിച്ച് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.